ഹമാസുമായുള്ള വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷമുണ്ടായ ഏറ്റവും വലിയ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ 400-ലേറെ പേർ കൊല്ലപ്പെട്ടു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയതോടെ ഇസ്രായേൽ സേന പുനരാരംഭിച്ച വിപുലമായ വ്യോമാക്രമണത്തിൽ 413 പേർ കൊല്ലപ്പെട്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ജനുവരി 19-നാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നത്. റമദാൻ മാസത്തിലുണ്ടായ വ്യോമാക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു. സാധാരണക്കാരെ കൊല്ലുന്നതിൽ നിന്ന് ഇസ്രായേൽ വാർ മെഷീനെ തടയണമെന്ന് സൗദി ആവശ്യപ്പെട്ടു. ആക്രമണം അവസാനിപ്പിച്ച് സമാധാന ചർച്ചകളിലേക്ക് മടങ്ങി വരണമെന്ന് ഖത്തറും ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമാണെന്ന് ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. 150ഓളം പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഗസ നഗരം, യഥർ, അൽബാല, ഖാൻ യൂനിസ്, റഫ എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളിലാണ് വ്യോമാക്രമണത്തെ തുടർന്ന് വൻ സ്ഫോടനങ്ങളുണ്ടായത്. ഗസയിലെ ഹമാസിന്റെ പോലീസ് ആഭ്യന്തര സുരക്ഷാ സേവന തലവനായിരുന്ന മഹ്മൂദ് അബു വഫ്തയും ഗസ നഗരത്തിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗസയോട് ചേർന്നുള്ള സ്കൂളുകളെല്ലാം അടച്ചിടാൻ ഇസ്രായേൽ ഉത്തരവിട്ടിരിക്കുകയാണ്. തങ്ങളുടെ ബന്ധുക്കളെ വിട്ടയക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഹമാസ് നിരസിച്ചതോടെയും US പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മധ്യസ്ഥരും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയതോടെയുമാണ് ആക്രമണം പുനരാരംഭിച്ചതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. ഹമാസിനെതിരെ വർദ്ധിത സൈനിക കരുത്തോടെ ആഞ്ഞടിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. യുദ്ധം പുനരാരംഭിച്ചതോടെ നെതന്യാഹു ബന്ദികളെ ബലിയാടാക്കിയിരിക്കുകയാണെന്ന് ഹമാസ് പ്രതികരിച്ചു. അതേസമയം ആക്രമണത്തിന് മുമ്പ് ഇസ്രായേൽ ട്രംപ് ഭരണകൂടവുമായി കൂടിയാലോചിച്ചിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. ഗസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ഗസയിൽ ആക്രമണം പുനരാരംഭിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഹമാസും ആരോപിച്ചു. ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടത്തിയ ചർച്ചകളിലാണ് താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത്. 3 ഘട്ടങ്ങളിലായി വെടിനിർത്തൽ നടപ്പിലാക്കണം എന്നായിരുന്നു കരാർ. തുടർന്ന് ഇസ്രായേലും ഹമാസും ആദ്യഘട്ടത്തിൽ ബന്ദികളെ കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇപ്പോൾ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഹമാസ് തടവിൽ കഴിയുന്ന ബന്ദികളിൽ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയവും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേസമയം ഇസ്രായേൽ സൈന്യം ഇന്നലെ സിറിയയിലും ലെബനിലും വ്യോമാക്രമണം നടത്തിയിരുന്നു. ലെബനിലെ പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്തായാലും ഇസ്രായേലിന്റെ ഈ പ്രവൃത്തിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് സൗദിയും ഖത്തറും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു സമാധാന ചർച്ചയാണ് വേണ്ടതെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും തീർത്തുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് ഭീകരരെ ഒന്നടങ്കം തന്നെ കൊലപ്പെടുത്തി ഓരോ ദിവസവും ഇസ്രായേൽ കടന്നു പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ വീണ്ടും ഗസയിൽ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്.